കൂപ്പകരങ്ങളോടെ കർത്താവിനെ കാണാം. സങ്കീർത്തനം 42 1ഉം 2ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. സങ്കീർത്തകൻ പറയാണ്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക? രാപ്പകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും നിരന്തരം എന്നോട് ചോദിച്ചു. രാപ്പകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി. കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഇത് തന്നെയല്ലേ നമ്മുടെ അവസ്ഥ? ഈ സങ്കീർത്തകന് പറയാനുള്ളതല്ലേ നമുക്കും പറയാനുള്ളത്? കർത്താവേ, രാപ്പകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി. രാപ്പകൽ കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി. ചിലർ പറയല്ലേ, കണ്ണുനീര് കുടിച്ചാ ജീവിക്കുന്നത്. കണ്ണുനീര് കുടിച്ചാ ജീവിക്കുന്നത് സത്യമാണ്. രാപ്പകൽ കണ്ണുനീര് കുടിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, വരുമാന മാർഗങ്ങളെ ഓർത്ത്, സാമ്പത്തിക കാര്യങ്ങളെ ഓർത്തൊക്കെ രാപ്പകൽ, അതായത് എല്ലാ സമയവും കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. രാപ്പകൽ കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവം എന്ന് പലരും എന്നോട് ചോദിക്കുന്നു. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയൊക്കെ പള്ളിയിൽ പോയിട്ടും, ഇത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ടും നിന്റെ ജീവിതത്തിനൊരു മാറ്റമില്ലല്ലോ. എന്തിയാ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയായി? പ്രശ്നങ്ങൾ ഏറിയതല്ലാതെ, സങ്കടങ്ങൾ വർദ്ധിച്ചതല്ലാതെ നിന്റെ കുടുംബത്തിലൊരു മാറ്റമില്ലല്ലോ എന്ന് പറയുന്ന അനേകര് ചുറ്റുമില്ലേ? അതുകൂടി കേൾക്കുമ്പോ നിന്റെ ഹൃദയം പിടയുന്നില്ലേ? നിന്റെ മനസ്സ് വേദനിക്കുന്നില്ലേ? നിന്റെ ഹൃദയം നൊമ്പരപ്പെടുന്നില്ലേ? സങ്കീർത്തകനോട് ചേർന്ന് പറ, കർത്താവേ, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ തമ്പുരാനെ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. മോളെ, ഈ അവസ്ഥയിൽ, മോനെ, ഈ അവസ്ഥയിൽ എൻ്റെ ഹൃദയം കർത്താവിനെ തേടട്ടെ. നിന്റെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ എന്ന് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ, 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 ഈശോയെ എന്ന് പറഞ്ഞ് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആരാധന. യേശുവേ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മണ്ണീർത്തോടിനായി കാംക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ. മണ്ണീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ
ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി. സങ്കീർത്തകൻ 42:5 മുതൽ വചനം വരുമ്പോ അതിന് ഒരു ഉത്തരമെന്നോണം സങ്കീർത്തകൻ തന്നെ പറയുക, എൻ്റെ ആത്മാവേ നീ എന്തിനെ വിഷാദിക്കുന്നു, നീ എന്തിനെ വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവേർപ്പെടുന്നു. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. പറയുകയാണ്, എൻ്റെ ആത്മാവെ നീ എന്തിന് ഇത്ര കണ്ട് വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവീർപ്പെടുന്നു. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു, അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസാർ മലയിലും വെച്ച് അങ്ങേ ഞാൻ അനുസ്മരിക്കുന്നു. കർത്താവിന്റെ സ്വരമായിട്ടൊന്ന് കേട്ടെ. നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവീർപ്പെടുന്നു. കർത്താവിൽ ആശ്രയിക്കുക, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്ക്. മോളെ, ഇത് നിന്നോടുള്ള ദൈവസ്വരമാണ്. മോനെ, ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ സ്വരമാണ്. നീ കേൾക്കണം. ഇത് കേട്ടാൽ മാത്രം പോരാ, ഹൃദയത്തിൽ എടുക്ക്. നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവേർപ്പെടുന്നു. കർത്താവിൽ ആശ്രയിക്കുക, ജീവിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. കർത്താവ് നിന്നെ നോക്കിക്കൊള്ളത് വിശ്വസിക്കുക. അവിശ്വാസത്തോടെ കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. കർത്താവിൻ്റെ സ്നേഹവലയത്തിൽ ഈ നിമിഷങ്ങൾ ചെലവഴിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിന് നന്ദി പറയാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് ചേർത്ത കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ദിവികാനീശയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണയൊഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ